പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PC ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു. എതിർഭാഗത്തുനിന്നുണ്ടായ ചില നീക്കങ്ങളിൽ പ്രകോപിതനായാണ് അന്ന് പ്രതികരിച്ചതെന്നും എന്നാൽ അത് തെറ്റായി പോയെന്നും അദ്ദേഹം സമ്മതിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയിക്കുമെന്നും എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് തനിക്ക് കിട്ടുമെന്നും PC ജോർജ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണയൊക്കെ നീങ്ങി. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നവനല്ല. ആ വിഭാഗവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അവരും പരിപൂർണ പിന്തുണ നൽകിയിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പരാമർശത്തിൽ PC ജോർജ് ക്ഷമ പറയുകയും ചെയ്തു. എനിക്കതിൽ തെറ്റുപറ്റി. അവർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അരിശം വന്നു. ഞാനും പലതും പറഞ്ഞു. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അവരോട് പരസ്യമായി ക്ഷമ പറയുകയാണ്. അതല്ലേ അതിൻ്റെ മര്യാദ. പൊതുപ്രവർത്തകൻ ആരോടും പിണങ്ങേണ്ട കാര്യമില്ല, PC ജോർജ് കൂട്ടിച്ചേർത്തു. ഈ നിയോജക മണ്ഡലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏറെ കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ തുടർ നടപടികൾ പലതും ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ 5 കൊല്ലം നഷ്ടപ്പെട്ടു. മറ്റൊരു സങ്കടം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയി എന്നുള്ളതാണ്. അവരെ തിരികെ കൊണ്ടുവരണം എൻ്റെ വലിയ ആവശ്യമാണ്. തൻ്റെ വിജയം അനായാസമാണെന്നും എന്നാൽ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും തമ്മിൽ 3ാം സ്ഥാനത്തിന് വേണ്ടി കടുത്ത മത്സരമാണ് നടക്കുന്നത്. പാലയിൽ മകനും NDA സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജിന് വിജയസാധ്യത ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അപ്പനും മകനും ഒരുമിച്ച് നിയമസഭയിൽ കാണുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു.